ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ച നാലംഗ കുടുംബത്തിന് നാടിന്റെ യാത്രാമൊഴി. 4 പേരുടെയും കബറടക്കം നടന്നു. വെറ്റിലപ്പാറ മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. 3 കടകൾ തകർത്തു. മലക്കപ്പാറ റോഡിൽ കാട്ടാനിറങ്ങി നിലയുറപ്പിച്ചതുമൂലം വാഹന ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. തെക്കുംകരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. 5 വയസ്സുകാരനെ കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ബന്ധുവായ യുവാവിന് ജീവപര്യന്തം തടവ്. ആസാം സ്വദേശി ജമാൽ ഹുസൈനെയാണ് തൃശൂർ 1 അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ചിറ്റാട്ടുകരയിലെ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 5-ലേറെ പേർ ചികിത്സ തേടി. ഇരിങ്ങാലക്കുടയിൽ മദ്യം കയറ്റിവന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബാറ്ററിയിൽ നിന്ന് ഡീസൽ ടാങ്കിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഭാരതപ്പുഴയിൽ മുങ്ങിമരിച്ച നാലംഗ കുടുംബത്തിന് നാടിന്റെ യാത്രാമൊഴി. 4 പേരുടെയും കബറടക്കം നടന്നു. ബന്ധുവീട്ടിലെ യാത്ര കഴിഞ്ഞ് കബീറും ഭാര്യ ഷാഹിനയും മകൾ സെറയും അവസാനമായി ഒരിക്കൽ കൂടി ചെറുതുരുത്തി ചുങ്കത്തെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ചേതനയറ്റ ശരീരമായി. അവസാന കൂടിച്ചേരലിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാഹിനയുടെ സഹോദരി ഷഫാനയുടെയും ജാഫറിൻ്റെയും മകൻ ഫുവാദ് സനിൽ ഇതിലും കൂടെയുണ്ടായി. 4 ആംബുലൻസുകളിലായി എത്തി വൻ ജനാവലിയുടെ നടുവിലൂടെ അവർ ഓരോരുത്തരായി ഓടയ്ക്കൽ വീട്ടിലേക്ക് എത്തി. പതിവ് തെറ്റിച്ച ഈ വരവ് പക്ഷേ കണ്ടുനിന്നവരുടെ നെഞ്ചുലയ്ക്കുന്നതായിരുന്നു. ഒരു രാവ് പിരിഞ്ഞിരുന്നെത്തിയിട്ടും ഉപ്പയും ഉമ്മയും താത്തയും ഇക്കയും ഒന്നും മിണ്ടാതെ കിടക്കുന്നതിൻ്റെ സങ്കടം അടക്കാനാവാതെ കണ്ണീർ വാർത്ത് കരയുന്ന 1 വയസ്സുകാരൻ മുഹമ്മദ് സെമാനും 4 വയസ്സുകാരൻ മുഹമ്മദ് സയാനും കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി. അരമണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഫുവാദ് സനിലിൻ്റെ മൃതദേഹം ചേലക്കര മേപ്പാടത്തെ ആന്ത്രോട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാടിൻ്റെ നൊമ്പരമായി മാറിയ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് പേരാണെത്തിയത്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:15 മൃതദേഹങ്ങൾ ചെറുതുരുത്തിയിലെ വീട്ടിലെത്തിച്ചത്. MLA UR പ്രദീപ് മൃതദേഹങ്ങളെ അനുഗമിച്ചു. MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ചെറുതുരുത്തി LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുഞ്ഞ് സിറയെയും ചങ്ങാരപ്പള്ളി സെൻറ് ജോസഫ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫുവാദിനെയും അവസാനമായി ഒരു നോക്കു കാണുവാൻ സഹപാഠികളും അധ്യാപകരും എത്തി. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ 4 പേരുടെയും കബറടക്കം നടന്നു. കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ എന്നിവരുടെ കബറടക്കം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിലും ഫുവാദിൻ്റെ മേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലുമാണ് നടന്നത്. ഭാരതപ്പുഴയുടെ പൈങ്കുളം ശ്മശാനക്കടവിൽ വ്യാഴാഴ്ച വൈകിട്ട് 5:30 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പുഴയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിൽ വീണ സെറയെയും ഫുവാദിനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഷാഹിനയും കബീറും ഒഴുക്കിൽപ്പെട്ടത്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി അവർ മടങ്ങി. ഇനി പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്നും കണ്ണീരോർമ്മ മാത്രം. ചെറുതുരുത്തി ചുങ്കത്തു നിന്നും ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കാലടി പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. 3 കടകൾ തകർത്തു. ഏഴാറ്റുമുഖം റോഡരികിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക കടകളാണ് ആന തകർത്തത്. ജിജോ എന്നയാളുടെ ചായക്കട പൂർണ്ണമായി നശിപ്പിച്ചു. ജോസഫ്, ദാസൻ എന്നിവരുടെ ചായക്കടകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. സമീപത്തെ ക്വാർട്ടേഴ്സിൽ ആളുകൾ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കാട്ടാന കട നശിപ്പിക്കുന്നതായി കണ്ടത്. ഇവർ ശബ്ദമുണ്ടാക്കി ആനയെ ഓടിക്കുകയും ചെയ്തു. വേനൽ കടുക്കുന്നതോടെ പുഴയിൽ വെള്ളം തേടിയെത്തുന്ന ആനകളുടെ എണ്ണം കൂടുകയാണ്. ഇതോടൊപ്പം ജനവാസ മേഖലയിലെ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമാകുകയാണ്. മലക്കപ്പാറ റോഡിൽ കാട്ടാനയിറങ്ങി നിലയുറപ്പിച്ചതുമൂലം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പത്തടിപ്പാലത്താണ് മുറിവാലൻ എന്നറിയപ്പെടുന്ന ആന നിലയുറപ്പിച്ചത്. രാവിലെ മുതൽ റോഡിലൂടെ തലങ്ങും വിലങ്ങും നടന്ന ആന 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി.
കെഎസ്ആർടിസി ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങിക്കിടന്നു. യാത്രക്കാരും ഡ്രൈവർമാരും ശബ്ദമുണ്ടാക്കിയെങ്കിലും ആന റോഡിൽ നിന്ന് മാറിയില്ല. പിന്നീട് ഷോളയാർ റേഞ്ച് ഓഫീസർ സൂരജിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി. ഏറെ പരിശ്രമിച്ചാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വാഹനങ്ങളുടെ ഇടയിലൂടെ പലവട്ടം നടന്നുവെങ്കിലും ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 60 വയസ്സുള്ള ആന പ്രായാധിക്യം മൂലം അവശനിലയിലാണ്. തെക്കുംകരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കൊളത്താശ്ശേരി മേലില്ലം പ്രദേശത്ത് കൊളത്താശ്ശേരി വാഴപ്പറമ്പിൽ വീട്ടിൽ ചാക്കോയുടെ പുരയിടത്തിൽ ഇറങ്ങിയ കാട്ടാന തെങ്ങുകൾ നശിപ്പിച്ചു. മേലില്ലം മുണ്ടോളിൽ തോമസിന്റെ വീട്ടിലെ വാഴകളും കവുങ്ങും, കാനായിൽ വീട്ടിൽ റഫീഖിന്റെ 20 വാഴകളും 3 തെങ്ങുകളും ആന നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വീടിന് സമീപമെത്തിയ കൊമ്പന്റെ ദൃശ്യങ്ങൾ വീട്ടുകാർ മൊബൈലിൽ പകർത്തി. കർഷകർ വിവരമറിയിക്കുമ്പോൾ വനപാലകരെത്തി പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തുന്നതാണ് നിലവിലെ ഏക പ്രതിരോധ മാർഗം. വനപാലകർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ല എന്നതും ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. മുപ്ലിയത്ത് 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത യുവാവിന് ജീവപര്യന്തം തടവും 1,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആസാം സ്വദേശി ജമാൽ ഹുസൈനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തത്തിനു പുറമെ 12 വർഷം കഠിന തടവും അനുഭവിക്കണം. മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരി നജ്മ ഖാത്തൂൺ, മകൻ നജറുൽ ഇസ്ലാം എന്നിവരെയാണ് കമ്പനിയിൽ വെച്ച് പ്രതി ആക്രമിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 33 വർഷം 7 മാസം കഠിന തടവും 85,000 രൂപ പിഴയും ശിക്ഷ. വെങ്കിടങ്ങ് പാടൂർ കൊല്ലങ്കി വീട്ടിൽ സനീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ശിക്ഷിച്ചത്. മുല്ലശ്ശേരി പെരിങ്ങാട് സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ വിഷ്ണു പ്രസാദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ. കേസിലെ മറ്റൊരു പ്രതിയായ ഹാരിസ് ഒളിവിലാണ്. രാഷ്ട്രീയ വിരോധം വെച്ച് വിഷ്ണു പ്രസാദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ചിറ്റാറ്റുകരയിൽ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 5-ലേറെ പേർ ചികിത്സ തേടി. ചിറ്റാറ്റുകര കിഴക്കേതലയിലെ വെൽക്കം ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. മില്ലമ്പടി സ്വദേശി കുന്നമ്പള്ളി നൌഷാദ്, മാതാവ് നവീസക്കുട്ടി, മകൻ മുഹമ്മദ് ആദി, പൂവത്തൂർ സ്വദേശികളായ പ്രജിത്ത്, ശ്രീദേവ് തുടങ്ങിയവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. കഴിഞ്ഞ ദിവസമാണ് നൌഷാദും മകനും ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചത്. വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുവന്ന് മാതാവിനും നൽകി. ഇതോടെ വയറിളക്കവും വയറുവേദനയും അനുഭവപ്പെട്ടു. തുടർന്ന് വീട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രജിത്ത് ചാവക്കാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലും ശ്രീദേവ് പൂവത്തൂരിലെ മെഡിക്കൽ സെന്ററിലുമാണ് ചികിത്സ തേടിയത്. ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എളവള്ളി ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടലിൽ പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം മദ്യം കയറ്റിവന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. വാഹനത്തിന്റെ എഞ്ചിന്റെ ടർബോ എന്ന ഭാഗം കത്തിയതാണ് അപകട കാരണം. പുക ഉയർന്ന ഉടൻ ഡ്രൈവർ ബാറ്ററിയിൽ നിന്ന് ഡീസൽ ടാങ്കിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KP സജീവന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടത്തിവിടുന്നത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടിക്കാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് സ്കൂട്ടർ യാത്രികനായ വിമുക്ത ഭടൻ മരിച്ചു. പാലക്കാട് സ്വദേശി 68 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സുരേഷ് കുമാറിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിസ തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. കാറളം കിഴുത്താണി സ്വദേശിയും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയുമായ ചെമ്പിപ്പറമ്പിൽ വീട്ടിൽ സുനിൽകുമാറാണ് ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായത്. ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചിരുന്ന അഗ്നീറ എന്ന സ്ഥാപനം വഴി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും സുനിൽകുമാറും ഭാര്യ നിഷയും ചേർന്ന് പണം തട്ടിയെടുത്തത്. ഒളിവിൽ പോയ പ്രതിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ ഇൻസ്പെക്ടർ അനീഷ് കരീം, SI-മാരായ ക്ലീറ്റസ്, ശ്രീധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ അമ്പാടൻ, വിജോഷ്, സതീഷ് അവിട്ടത്തൂർ, അഭിലാഷ് എന്നിവർ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി CPI-യിലെ കലാപ്രിയ സുരേഷ് തെരഞ്ഞെടുത്തു. LDF ധാരണ പ്രകാരം CPM-ലെ അജിത സുധാകരൻ രാജിവെച്ച ഒഴിവിലേക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. കലാപ്രിയ സുരേഷിനെതിരായി UDF-ലെ രജനീഷ് ഷെനോയ് മത്സരിച്ചു. BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കലാപ്രിയയ്ക്ക് 12 വോട്ടും രജനീഷ് ഷെനോയ്ക്ക് 6 വോട്ടും ലഭിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ തെരുവ് നായ്ക്കളെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാറിലാണ് കരട് രേഖ അവതരിപ്പിച്ചത്. പന്നിശല്യം ഒഴിവാക്കാൻ സൌരോർജ്ജ വേലി സ്ഥാപിക്കൽ, മിനി ഡയറി ഫാം, കോൾബണ്ടുകളിൽ പുഷ്പകൃഷി, ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമി തുടങ്ങിയവയാണ് മറ്റു പ്രധാന പദ്ധതികൾ. വികസന സെമിനാർ പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് കരട് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ മിനി മോഹൻദാസ്, ക്ലമന്റ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ നിന്നും 100 ലിറ്റർ വാഷും 1 ലിറ്റർ ചാരായവും കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യൂർ സ്വദേശികളായ നെടിയടത്ത് ജയൻ, ചെറുവീട്ടിൽ രജീഷ് ആനന്ദ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. വീടിന്റെ പിൻഭാഗത്തുള്ള ശുചിമുറിയോട് ചേർന്നാണ് വാഷും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. KSW MP പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന ബയോ മൈനിംഗ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കോസ്മോസ് ക്ലബിന് സമീപത്തുള്ള സ്ഥലത്ത് നടത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ചാലക്കുടി നഗരസഭ കൌൺസിൽ യോഗം തീരുമാനിച്ചു. പദ്ധതിക്ക് 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നഗരസഭാ ക്രിമിറ്റോറിയത്തിനും ആയുഷ് ആശുപത്രിക്കും ഇടയിലുള്ള നഗരസഭയുടെ 45 സെന്റ് സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ മൈനിംഗ് നടത്തുക. പദ്ധതി പ്രകാരം സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ് മൈനിംഗ് നടത്തുക. ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത വിധമായിരിക്കും പണികൾ നടക്കുക. ചാലക്കുടി ആനമല ജംഗ്ഷനിൽ ട്രാംവേ റോഡിന് സമീപത്ത് ഗതാഗതത്തിന് തടസ്സമായി നിലനിൽക്കുന്ന ബസ് സ്റ്റോപ്പ് മാറ്റിസ്ഥാപിക്കുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു. നിലവിലുള്ള ബസ് സ്റ്റോപ്പ് മാറ്റിസ്ഥാപിച്ച് സുഗമമായ ഗതാഗത സൌകര്യം ഒരുക്കുന്നതിന് റൌണ്ടോ പോർട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത പിക്കപ്പ് വാൻ നിർത്താതെ പോയി. കോട്ടപ്പടി സെന്റ് ലാസസ് പള്ളിക്ക് സമീപമാണ് സംഭവം. സമീപത്തെ CCTV ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വാഹനം കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ് തകർന്നു വീണതിനെ തുടർന്ന് തകരാറിലായ വൈദ്യുതി ബന്ധം ഉച്ചയോടെയാണ് പുനഃസ്ഥാപിച്ചത്. ചാലക്കുടിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാഞ്ചിറ പുത്തൂർ കൈതക്കോടൻ വീട്ടിൽ ഷെബിനെയാണ് ചാലക്കുടി SHO MK സജീവ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി സ്വദേശി കുളങ്ങര വീട്ടിൽ സുജീന്ദ്രനെ കുത്തേറ്റത്. ഇരുചക്രവാഹനം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കം അടിപിടിയിലും കത്തിക്കുത്തിലും കലാശിക്കുകയായിരുന്നു. ഓട്ടോ തൊഴിലാളി സുജീന്ദ്രന്റെ വലതു കൈയിനാണ് മുറിവേറ്റത്. ഷെബിന് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ കവർച്ചാ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടുമുറ്റം നിറയെ കരകൌശല വസ്തുക്കൾ ഒരുക്കിയിരിക്കുകയാണ് കയ്പമംഗലം കൂരിക്കുഴി സ്വദേശിനിയായ വീട്ടമ്മ. അതും ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മാതൃകകൾ. കൂരിക്കുഴി പുതിയ വീട്ടിൽ സീന സലാമാണ് പാഴ്വസ്തുക്കളെ നിമിഷനേരം കൊണ്ട് മനോഹരമായ കരകൌശല വസ്തുക്കളാക്കി മാറ്റുന്നത്. വീട്ടുമുറ്റത്ത് കുവൈറ്റ് എയർവേസ് വിമാനം, അരയന്നങ്ങൾ, കൊക്കുകൾ, വഞ്ചി, പൂന്തോട്ടം നിറയെ വൈവിധ്യമാർന്ന ചെടിച്ചട്ടികൾ, ഇരിപ്പിടങ്ങൾ, വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള കൃത്രിമ കുളം ഉൾപ്പെടെ വിസ്മയ കാഴ്ചയുടെ നീണ്ട നിര തന്നെ സീന ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് തുടക്കം. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ പൈപ്പുകൾ, കമ്പികൾ, പ്ലാസ്റ്റിക്, വീട്ടിലെ മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സീനയ്ക്ക് തന്റെ കരകൗശല നിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളാണ്. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയുടെ ഫോട്ടോ ശേഖരിക്കലാണ് ആദ്യഘട്ടം. പിന്നീട് സിമന്റ്, മണ്ണ്, പാഴ്വസ്തുക്കൾ എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ചിലത് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും. ഭർത്താവ് അബ്ദുൽ സലാം കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുവൈത്ത് എയർവേസിന്റെ വിമാനം ഇത്തരത്തിൽ നിർമ്മിക്കണമെന്ന് മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹമായിരുന്നുവെന്ന് സീന പറയുന്നു. ഇത് സാധനം എൻ്റെ പാഴ്വസ്തുവല്ല. എല്ലായിടത്തും എന്തെങ്കിലും പാഴ്വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുണ്ടാക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറ്.
വീട് പണി കഴിയുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ വീട് പണി കഴിയുന്നതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക. ഫ്ലൈറ്റ് കുവൈത്ത് എയർവേസ് എന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ ഇക്കയും മോനും കുവൈത്തിലാണ്. ഭർത്താവിനൊപ്പം മക്കൾ മൂവരും പൂർണ്ണ പിന്തുണയുമായി സീനയ്ക്കൊപ്പമുണ്ട്. സീനയുടെ കരവിരുത് കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി പേർ വീട്ടുമുറ്റത്തെ കൗതുക കാഴ്ചകൾ കാണാനെത്തുന്നുമുണ്ട്. കൗതുകമുണർത്തുന്ന കൂടുതൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിശ്രമമില്ലാത്ത തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ. TCV ന്യൂസ്, കയ്പമംഗലം. കാഞ്ഞിരക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കവാട ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് പണം കവർന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ KM ചന്ദ്രൻ ചുമതലയേറ്റു. CPI ജില്ലാ കമ്മിറ്റി അംഗമായ ചന്ദ്രൻ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റാണ്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ്, വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. CPMലെ MR രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് ചന്ദ്രൻ പ്രസിഡന്റായത്. നിലവിലെ LDF തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരമായിരുന്നു രാജി. ശക്തമായ കാറ്റിൽ ചിറമനേങ്ങാട് തെങ്ങ് വീണ് വീട് തകർന്നു. കൂളിയാട്ടിൽ സുധാകരന്റെ വീടാണ് തകർന്നത്. മേൽക്കൂരയുടെ ഒരു വശം പൂർണ്ണമായും തകർന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. കടങ്ങോട് പഞ്ചായത്ത് അധികൃതരും ചിറമനങ്ങാട് വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയ്ക്ക് പുറകിലിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കാണിപ്പയ്യ സ്വദേശി മിറാസിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പുറകിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 തവണ റോഡിൽ മറിഞ്ഞാണ് ഓട്ടോറിക്ഷ നിന്നത്. ഓട്ടോറിക്ഷയും കാറും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സത്യം മറച്ചുപിടിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്ന് ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AM ഷഫീർ പറഞ്ഞു. ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ലിജിത് തരകൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB നേടിയ അഡ്വക്കേറ്റ് അഞ്ജലി R മേനോനെ ആദരിച്ചു. PK രാജേഷ് ബാബു, പ്രവീൺ പ്രസാദ്, TB ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്കായി പുനരുപയോഗ വസ്തുക്കളുടെ കേന്ദ്രം തുറന്നുകൊടുത്ത് ചാവക്കാട് നഗരസഭ. മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിന്റെയും സ്വച്ഛ് സർവേക്ഷൺ ക്യാമ്പയിന്റെയും ഭാഗമായി ചാവക്കാട് നഗരസഭ ഒരുക്കിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സ്വച്ഛ് സന്ദേശം ആലേഖനം ചെയ്ത വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും നഗരസഭാ ശുചിത്വ അംബാസിഡർ PT കുഞ്ഞു മുഹമ്മദ് നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് സീനിയർ ഗ്രൌണ്ടിൽ മണ്ണ് നിക്ഷേപിക്കുന്നതിനും ടാർ മിക്സിംഗ് പ്ലാന്റിനുമെതിരെ പരാതി. കടങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ ഗ്രൌണ്ടിൽ മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രദേശവാസികളും വാർഡ് മെമ്പർ MV ധനീഷുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള ടാർ മിക്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. ഇതുമൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അങ്കനവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ വർഷവും മിക്സിംഗ് പ്ലാന്റും അനുബന്ധ വീപ്പകളും കൊണ്ട് സീനിയർ ഗ്രൌണ്ട് നിറഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്തിലെ റോഡ് നിർമ്മാണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ടാർ മിക്സിംഗ് പ്രവർത്തനം ഇതുവരെ തടയാത്തത്. ടാർ മിക്സിംഗ് യൂണിറ്റും മണ്ണ് നിക്ഷേപവും എത്രയും പെട്ടെന്ന് സീനിയർ ഗ്രൌണ്ടിൽ നിന്നും മാറ്റണമെന്ന് വാർഡ് മെമ്പർ MV ധനീഷും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. നമസ്കാരം. ഇത് കടങ്ങോട് പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു സീനിയർ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൻ്റെ നിലവിലെ സാഹചര്യം നമ്മൾ പലതവണ പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെ ആയാലും മറ്റ് പ്രവർത്തികളുടെ മണ്ണ് കൊണ്ടുവന്നിടലും ടാർ മിക്സ് പ്ലാന്റ് പ്രവർത്തിക്കലൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രൗണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതിൽ. അപ്പോൾ നിലവിലൊരു ടാർ മിക്സ് പ്ലാന്റ് രാവിലെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള പ്രവർത്തികൾക്കുള്ള ടാർ ആയതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ തടയാനോ പ്രവർത്തികൾക്കൊന്നും പോകുന്നില്ല. പക്ഷേ നാളെ മുതൽ ഇനി അടുത്തൊരു ഘട്ടത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങുന്നത് മുതൽ ഈ ഗ്രൗണ്ടിലേക്ക് ഇത്തരത്തിൽ ടാർ മിക്സ് പ്ലാന്റുകളും അതുപോലെ ഈ മാലിന്യങ്ങളും മണ്ണും ഒന്നും കൊണ്ടുവന്നിടാതെ ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനും ഒക്കെ വേണ്ടി സംരക്ഷിച്ച് നൽകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.
ഒല്ലൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ സെന്ററിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു. വികസനത്തിന് വ്യാപാരികൾ എതിരില്ലെന്നും വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജും കൃത്യമായി എത്ര സ്ഥലം നഷ്ടപ്പെടുന്നു എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടുമാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, ജില്ലാ ഭാരവാഹികളായ CR ശേഖരൻ, പ്രഹ്ലാദൻ, ആന്റണി വർക്കി, റാഫി വടക്കേത്തല, ജോഷി കാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് കാവടി ആഘോഷം നടന്നു. വിവിധ താളമേള വാദ്യങ്ങളോടെ 2 മേഖലകളിൽ നിന്നുള്ള കാവടി ആഘോഷം ക്ഷേത്രാങ്കണത്തിലെത്തി നിറഞ്ഞാടി. ശനിയാഴ്ച പ്രഭാത ശീവേലി, വൈകിട്ട് പകൽപൂരം, വർണ്ണമഴ, പള്ളിവേട്ട, രാത്രിപൂരം എന്നിവ നടക്കും. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കാത്തിരിപ്പ് സഫലമായി. ക്ലാസ് മുറിയിൽ പ്രാവ് അടയിരുന്ന മുട്ടകൾ വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി. അതിഥികളെ കാണാൻ UR പ്രദീപ് MLAയും സ്കൂളിലെത്തി. പ്രാവ് അടയിരുന്ന കൗതുക കാഴ്ച TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പറന്നെത്തിയ പ്രാവ് കുട്ടികളുമായി ചങ്ങാത്തത്തിലായി. പിന്നീട് ക്ലാസ് മുറിയിലെ മേശയുടെ മുകളിൽ കൂടുകൂട്ടി മുട്ടയിട്ട് അടയിരുന്നു. ഇപ്പോൾ മുട്ടകൾ വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കൗതുക കാഴ്ച കാണാൻ UR പ്രദീപ് MLAയും സ്കൂളിലെത്തി. പ്രാവ് കൂടുകൂട്ടി മുട്ടയും വെച്ച് മുട്ട വിരിച്ച് കുട്ടികളുമായി ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച കാണുന്നത് തന്നെയാണ്. അത് ആ പ്രാവിന് പോലും പേടിയില്ലാതെ ക്ലാസ് റൂമിനകത്ത് ചെയ്യാറിഞ്ഞാൽ കുട്ടികൾ അത്ര അച്ചടക്കമുള്ളവരാണെന്ന് പ്രാവിന് പോലും ബോധ്യപ്പെടുന്ന ഒരു വാർത്തയാണ്, സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ സ്കൂള് നമ്മുടെ മിണ്ടാപ്രാണികളെ ധാരാളം സ്നേഹിക്കുന്ന ഒരു സ്കൂളും സ്കൂളിലെ കുട്ടികൾക്ക് അതനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. സ്കൂളിലെ 3C ക്ലാസ്സിലെ മേശയുടെ മുകളിലാണ് പ്രാവും കുട്ടികളും ഉള്ളത്. കഴിഞ്ഞ ക്രിസ്തുമസ് അവധിക്കാലത്താണ് പ്രാവ് മുട്ടയിട്ടത്. സ്കൂളിലെത്തിയ അധ്യാപകരും കുട്ടികളും പിന്നീട് പ്രാവിന് സംരക്ഷണം നൽകി മുട്ട വിരിയുന്നതും കാത്തിരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ പുതിയ 2 അതിഥികൾ വന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ. കുഞ്ഞതിഥികൾ എത്തിയത് തിങ്കളാഴ്ചയാണ്. 2 മുട്ടയും വിരിഞ്ഞ് എത്തിയത്. അവരുടെ കല്ലൂടലുകളൊക്കെ കാണാനുണ്ടായിരുന്നു. ഇന്നലെ അമ്മപ്രാവ് പറന്നു പോയ സമയത്ത് 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വ്യക്തമായി കണ്ടു. വളരെ കൗതുകം തോന്നി 2 കുഞ്ഞുങ്ങളെയും കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മുട്ട വിരിയാൻ വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ അത് മുട്ട വിരിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. പ്രാവ് അടയിരിക്കുന്നതും മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നതും കുട്ടികൾക്ക് കൗതുകത്തോടൊപ്പം സന്തോഷവും നൽകുന്ന കാഴ്ചയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഭരണാധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ശനിയാഴ്ച ഗുരുവായൂരിൽ സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായ സമിതി ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 11-ന് കിഴക്കേനടയിലെ EMS സ്ക്വയറിലാണ് സ്വീകരണം നൽകുക. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് ഉചിതമായ പുനരധിവാസം നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ ജോഫി കുര്യൻ, PV അബ്ദുൾ റസാഖ്, CD ജോൺസൺ, NS സഹദേവൻ, PA അരവിന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച CI ജോർജ് മെമ്മോറിയൽ അനെക്സ് കോംപ്ലക്സ് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഇരുനില കെട്ടിടം. ശനിയാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ MM അനിൽകുമാർ, ആനി പോൾ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, നഗരസഭാ സെക്രട്ടറി കെ പ്രമോദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 107ാം വാർഷികം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനാധ്യാപിക GS ശ്രീജ, പ്രിൻസിപ്പാൾ P ജയശങ്കരൻ, PTA പ്രസിഡന്റ് അഷ്റഫ് മൗലവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 6:45 ദിവ്യബലി, ലതീന്യ നൊവേന, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടക്കും. ഫാദർ ടോണി മണക്കുന്നിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ആൻഡ്രൂസ് പുത്തൻപറമ്പിൽ സന്ദേശം നൽകും. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ പള്ളിയിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ കൂട് തുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കൽ, അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം, ആകാശവർണ്ണ കാഴ്ചകൾ എന്നിവയുണ്ടാകും. വികാരി ഫാദർ ജെയ്സൺ പുന്നശ്ശേരി, ജനറൽ കൺവീനർ ആന്റണി പെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ പോൾ പെരിങ്ങാടൻ, പബ്ലിസിറ്റി കൺവീനർ TT ബെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുത്തൻപീടിക കാരുണ്യ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയറിന്റെ പരിചരണത്തിലുള്ള 35 കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണവും ഭക്ഷ്യക്കിറ്റും നൽകി. ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹികളായ KG മഹേന്ദ്രൻ, KK മോഹസിൻ എന്നിവരിൽ നിന്ന് പാലിറ്റീവ് കെയർ പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി ഭക്ഷ്യക്കിറ്റ് ഏറ്റുവാങ്ങി. അരിമ്പൂരിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വനിതകൾക്ക് കിടക്കകളും വിതരണം ചെയ്തു. സയൻസ് സൊസൈറ്റി കേരളയുടെ നേതൃത്വത്തിലാണ് സാമഗ്രികൾ നൽകിയത്. അരിമ്പൂരിൽ നടന്ന ചടങ്ങിൽ സംഘടനയുടെ കേരള കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ സുധീഷ് മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർമാരായ മിനി, PV ബിനീഷ്, ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ, വിബീഷ് വെട്ടത്ത്, വിനോദ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. പഴയന്നൂരിൽ നടന്ന സ്വീകരണ സമ്മേളനം ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ ES ബിജു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ശോഭന രാജൻ അധ്യക്ഷയായി. ജാഥ വൈസ് ക്യാപ്റ്റൻ V ഗോപിനാഥ്, ജാഥ മാനേജർ S ദിനേശ്, സമിതി ഏരിയ സെക്രട്ടറി MA മുഹമ്മദ് കുട്ടി, വിജയ് ഹരി, NV നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3296 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതപ്പുഴയിൽ മുങ്ങിമരിച്ച 4 അംഗ കുടുംബത്തിന് നാടിന്റെ യാത്രാമൊഴി. 4 പേരുടെയും കബറടക്കം നടന്നു. വെറ്റിലപ്പാറ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. 3 കടകൾ തകർന്നു. മലക്കപ്പാറ റോഡിൽ കാട്ടാനയിറങ്ങി നിലയുറപ്പിച്ചതുമൂലം വാഹന ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. തെക്കുംകരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ബന്ധുവായ യുവാവിന് ജീവപര്യന്തം തടവ്. ആസാം സ്വദേശി ജമാൽ ഹുസൈനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ചിറ്റാറ്റുകരയിലെ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 5-ലേറെ പേർ ചികിത്സ തേടി.
ഇരിങ്ങാലക്കുടയിൽ മദ്യം കയറ്റിവന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബാറ്ററിയിൽ നിന്ന് ഡീസൽ ടാങ്കിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.